ഹലോ ഗൈസ്, നമ്മളിപ്പോൾ ആലപ്പുഴയിലാണ്. നമ്മളിപ്പോൾ നേരെ കുമരകത്തോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ നിന്ന് നമ്മൾ ബോട്ടിൽ വണ്ടി കയറ്റിയിട്ട് അവിടെ നിന്ന് വേറൊരു സ്ഥലത്തോട്ട് പോകാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പോണ വഴിയിലെ കുറച്ച് കാഴ്ചകൾ കാണാം. നമ്മളവിടെ വണ്ടി നിർത്തി ഗൈസ്, വീടിലെ വ്യൂ പോയിന്റ്. സമയം ഇപ്പം 7 മണിയാവാൻ പോണേ ഉള്ളൂ. ഇവിടെ നല്ല വ്യൂ പോയിൻ്റാണ് ഇപ്പോൾ. നമ്മളങ്ങനെ കുമരകത്ത് എത്തിയിട്ടുണ്ട്. നമുക്കിനിയിപ്പം ബോട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. ഇനി ഗൈസ് നമ്മൾ താമസിച്ചു ഗൈസ്. ഇനിയിപ്പോൾ അടുത്ത ബോട്ടുള്ളത് ഇനി അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ്. അപ്പോൾ നമ്മൾ ആദ്യം വണ്ടി വയ്ക്കുന്നവർക്ക് ആദ്യം പോവാം. അപ്പോൾ നമ്മൾ വണ്ടി ഇങ്ങോട്ട് അടുത്തോട്ട് കൊണ്ട് വയ്ക്കാനുള്ള പരിപാടിയാണ്. ബോട്ടിൻ്റെ ടൈമൊക്കെ നോക്കണമെങ്കിൽ ഇതാണ് ഇവിടുത്തെ ബോട്ടിൻ്റെ ടൈം. അപ്പോൾ ശകലം ലേറ്റായി പോയി. ഗൈസ് നമ്മുടെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ ജങ്കാർ എത്തിയിട്ടുണ്ട്. ജങ്കാറല്ലേ അത്? ആ ബോട്ട് എത്തിയിട്ടുണ്ട് ഗൈസ്, ബോട്ട് എത്തിയിട്ടുണ്ട്. ആ സൈക്കിളൊക്കെ കയറി. അനീഷ് വണ്ടി എടുത്തേറ്റു. ബോട്ട് ഇവിടെ എടുത്തിരിക്കുകയാണ് ഗൈസ്. ബോട്ട് എങ്ങനെ തിരിക്കണേ നോക്കാം. അങ്ങനെ സംഭവം തിരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി വണ്ടികളെല്ലാം ഇതിനകത്തൂടെ കയറണം. ഇതെല്ലാം നമ്മളോട് വന്ന പയ്യന്മാരാണ്. ഞാടെ പിടിച്ചോണ്ടിരിക്കണേ. വണ്ടികളെ കയറ്റിയിട്ട് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ് ഗൈസ്. അടുത്ത സ്ഥലം എവിടെയെന്ന് വെച്ചാൽ നമുക്കത് ഉണ്ണിക്കുട്ടനോട് തന്നെ ചോദിക്കണം. അവനൊരു സ്ഥലം പറഞ്ഞു കേട്ടോ. നമ്മളോട് പോയി അടുത്ത സ്ഥലം എവിടെയാണ് പോണം? മുഹമ്മ. യെസ് ഗൈസ്, മുഹമ്മയിലാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ നമ്മൾ സ്ഥലത്തെത്തി ഗൈസ്. അങ്ങനെ പോ വരും പോട്ട്. വേണ്ട പോട്ട് പോട്ടാ പോ. അപ്പൊ നീ അങ്ങോട്ട് ഫ്രണ്ടേറ്റ് ഫ്രണ്ട് പോടാ. ഒരു വണ്ടി ഇറക്കാതെ നീ ഇറക്കാതെ ഗൈസ്. എല്ലാവരും അത് റൗണ്ട് അടിച്ച് കളിക്കാം ഗൈസ്. അവർക്ക് പോകണം, ഇവിടെ നിന്ന് ഇറങ്ങും. അവര് പോയി ഗൈസ്. പറമ്പില് അപ്പുറത്ത് വെള്ളമാണേ. പറമ്പിൽ നേരെ വെള്ളത്തിൽ പോകരുത്. സക്സസ്ഫുള്ളി ഗൈസ്. നമ്മളവിടെ നിന്ന് ഇറങ്ങി നേരെ ഇനി നമ്മൾ പാതിരാമണരം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെയായിട്ടാണ് നമ്മൾ പോണത്. അവിടെ ഒരു ഐലൻഡാണ്. നമുക്ക് ഇനി അവിടെ പോയിട്ട് ബാക്കി കാഴ്ചകൾ കാണാം. ഗൈസ് പാതിരാമണൽ നമ്മളെ ഹൗസ് ബോട്ട് റെന്റിന് എടുത്തു. നമ്മളിപ്പോൾ അതിലോട്ട് കയറാൻ പോവുകയാണ്. ഇത്ര ഇത് വരാനുള്ള വെയിറ്റിംഗ് ആയിരുന്നു. നമ്മൾ നേരത്തെ ഇത് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇപ്പോഴാണ് കിട്ടിയത്. ഓക്കെ, നമ്മളിനി കിടില ഹൗസ് ബോട്ടാണ്. മിനി ഹൗസ് ബോട്ട് എന്നാണെങ്കിൽ പറയാം. ഓക്കെ, ഇനി ഇവിടെ നിന്ന് അവിടെ നമുക്കൊരു 1.5 മണിക്കൂർ സ്പെൻഡ് ചെയ്യാനുണ്ട്. ഇവിടെ നിന്നൊരു 10-15 മിനിറ്റത്തെ യാത്രയുള്ളൂ. എല്ലാ നമ്മുടെ ഈ യാത്രയുടെ ഫുൾ ചിലവെന്ന് വെച്ചാൽ നമ്മളെ ഗൾഫിൽ വന്ന പയ്യൻ്റെയാണ്. ഫുൾ ചിലവ് തന്നെയാണ്. ഗൈസ് നമ്മളങ്ങനെ ഇവിടെ ഇറങ്ങിയിരിക്കുന്നു. നമ്മൾ വന്ന വണ്ടി ഇതാ പോകുന്നു. ഇനി നമ്മൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മളെ വീണ്ടും വിളിക്കാൻ വേണ്ടി അത് വരും. ഹിഡൻ പാർക്ക്. നമ്മൾ ഇവിടെ നിന്നല്ലേ അങ്ങോട്ട് ഇറങ്ങുന്നത്. എന്നിട്ട് ഞാൻ അപ്പോഴേ പറഞ്ഞു ഇതിൽ വന്ന് തിരിച്ച് നമ്മൾ 12 തോന്നുന്നു. ഇതിനകത്ത് മുതലേ കൊണ്ടെന്നാണ് നമ്മളെ ഗൈഡ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ അധികം അങ്ങോട്ട് പോകണില്ല. മുതലൊക്കെ കാണും. നമുക്ക് കാണണമെങ്കിൽ വീട്ടിൽ കാണിക്കാം. ഗൈസ് നമ്മൾ ഇങ്ങനെയുണ്ട്. ഇതിൻ്റെ ഒരു ഭംഗിയാണ്. നമുക്ക് ഈ ഡ്രോണിലെ വിഷ്വൽസ് ഒന്ന് കണ്ടു നോക്കാം. നമ്മൾ എവിടേക്കൊക്കെ ഇറങ്ങി തിരിഞ്ഞ് അവസാനം നമ്മളൊരു ഷാപ്പിലെത്തി ഗൈസ്. ഇനി ഇവിടെ നിന്ന് നല്ല ഫുഡും കഴിച്ച് നമുക്കിനി അടുത്ത യാത്ര തുടങ്ങാം. നമ്മൾ ഇവിടുത്തെ ഫുഡ് കഴിച്ചിട്ട് ഇവിടുത്തെ റിവ്യൂ ഇടുന്നതായിരിക്കും ഗൈസ്. താറാവ്, ബീഫ്, പന്നി, ഞണ്ട, ചെമ്മീൻ, കരിമീൻ, വരാലി, മീൻകറി, മീൻകര, കരിയും വറുത്ത്, വരാലി വറുത്ത്, ഞണ്ട് റോസ്റ്റ്, ചെമ്മീൻ റോസ്റ്റ്,
മധുരം വഴിയടാ ഒഴിക്കോ പൈസ നമ്മളങ്ങനെ സ്പീഡ് ബോട്ടിൽ കയറാൻ പോകുന്നു ഗൈസ്. തേങ്ങ നീ കയറിയ